2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി വായിക്കുന്നതാണ്. 2 Peter chapter 3 verse 9 to 13. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തു ഉരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ശക്തിയും ഉള്ളവരായിരിക്കണം. ഭക്തിയും ഉള്ളവരായിരിക്കും. ഒരു നിമിഷം എടുക്കണം, കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വായിച്ച വേദഭാഗത്തോടുന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുകയാൽ സ്തോത്രം. ഈ ഗ്രൗണ്ടിൽ വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. വിശേഷിച്ച് ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കൾ മാത്രമല്ല, ഭവനാന്തർഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവരോട് സംസാരിക്കണമേ. ലൈവായി ഭവനങ്ങളിൽ, വിദൂരതയിൽ, വിദേശങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കണം. രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവശക്തി ഇവിടെ വ്യാപരിപ്പാൻ പോകിയാൽ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കണ്ണം നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നുകൂടെ ശക്തിയോടെ കൈവരുന്ന ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ വേദപുസ്തകം 2 അവസാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ജീവാവസാനം, 2 ലോകാവസാനം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കും, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. ഇബ്രായ ലേഖനം 13-7 പറഞ്ഞു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അപ്പം ജീവാവസാനവുമുണ്ട്, ലോകാവസാനവുമുണ്ട്. ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവല്ല, പോഷ്ക് പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നസ്രയനായ യേശുവാണ്. അതുകൊണ്ടത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തോത്രം എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും. ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൽ പറയാം, നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ സഭയെ നോക്കി തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും. കയ്യൊന്നടിച്ച് വായം തുറന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, പറഞ്ഞത് ദൈവമാകിയാൽ ദുഷ്ടപിശാചേ ഓ ക്ഷമ റുക്കുനിയ, അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അച്ചായ കയ്യൊന്നടിച്ചോ വായോർന്നോ യേശുവിന്റെ നാമത്തിൽ പറ, സംഭവിക്കും, അത് സംഭവിച്ചിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ അരികിൽ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? ലൂക്കോസ് വിശേഷത്തിൽ നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് 7 ഉപമകൾ പറയുകയുണ്ടായി. അതിൽ 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞു, അങ്ങനെ തന്നെ ലോകാവസാനത്തെങ്കിലും സംഭവിക്കും. നമ്മുടെ കർത്താവ് അവസാനം പറഞ്ഞ പദം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പറഞ്ഞാൽ നിങ്ങളും പറ, സർവസൃഷ്ടിയോടും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാകുലപ്പെടും. അടുത്ത പദം പറയാമോ? ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോടെ ഉണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? ഉടനെ ലോകാവസാനം ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, 10 അടയാളങ്ങൾ കർത്താവ് പറഞ്ഞു. അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതിയെയും കുറിച്ച് കേൾക്കും, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, അധർമ്മം പെരുകും, സ്നേഹം തണുക്കും, രാജ്യത്തിൻ്റെ സുവിശേഷം എങ്ങും പ്രസംഗിക്കപ്പെടും, സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, ആകാശത്തിലെ ശക്തികൾ ഇളകും. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അപ്പോൾ അവസാനം വരും. യേശു കർത്താവ് പറഞ്ഞതുകൊണ്ടൊരു അവസാനം വരും.
ശ്വസിക്കുന്ന ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയൊന്നും സംഭവിക്കില്ലെന്നാണ്. നാളെ നീളെ ലോകം മുമ്പോട്ട് പോകുമെന്നാണ്. എന്നും സൂര്യൻ ഉദിക്കും കിഴക്ക്, എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും. എന്നാൽ ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ആർക്കും തെറ്റി ഒഴിയാവുന്നതല്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയെങ്ങും ഒന്നും സംഭവിക്കില്ലെന്നാണ്. അത് ലോകാവസാനത്തെക്കുറിച്ചാണ്. ലോകാവസാനത്തെക്കുറിച്ച് ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയൊന്നും സംഭവിക്കത്തില്ലെന്നാണെങ്കിൽ, ജീവാവസാനത്തെക്കുറിച്ച് നമ്മുടെ എല്ലാം ചിന്താഗതി ഉടനെയെങ്ങും നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ഒത്തിരി പേരുടെ മരണത്തിൽ പങ്കെടുക്കാറുണ്ട്, ശവസംസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നാര് മരിച്ചു, ഇന്നാരെ അടക്കിയെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മരിക്കുമെന്നോ നമ്മളെ അടക്കുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പോഴേ പേടി തുടങ്ങി. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നമ്മൾ പെട്ടിപ്പലക കയറിക്കിടക്കുന്നതും, കയറിക്കിടക്കാൻ എടുത്ത് കിടത്തുന്നതും, എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് സമയമാമൃതത്തിൽ പാടുന്നതും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ അടിക്കുന്നതും, പൗഡർ കുടഞ്ഞിടുന്നതും, ഒത്തിരി പേർക്ക് കുടഞ്ഞിട്ട് കൊടുത്തതല്ലേ. നമ്മളത് കാണാറുണ്ടോ? ഇല്ല, കാണത്തില്ല. അഥവാ അങ്ങനെ കാണുമെന്ന് കണ്ട ഉടനെ രക്തത്തോൾ ജയം പറയും നമ്മളങ്ങ് മാറും. പക്ഷെ എത്ര രക്തത്താൽ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയേക്കത്തുള്ളൂ. അനിവാര്യമായതിനെ അവഗണിച്ചത് കൊണ്ട് കാര്യമില്ല. മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അറബികളുടെ ഇടയിൽ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അറബിയുടെ ഭൃത്യൻ രാവിലെ കുതിരപ്പുറത്ത് കയറി ചന്തയിൽ പോയി സാധനം വാങ്ങാൻ. അവിടെ ചെന്നപ്പോൾ മരണദൂതൻ അവിടെ നിൽക്കുന്നു. മരണദൂതൻ അറബിയുടെ ഭൃത്യനെ ഒന്ന് നോക്കിയെന്നവൻ പറയുന്നത്. അവൻ സഞ്ചി ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടി അറബിയുടെ അടുക്ക വന്നു. അറബി, നീ എന്താടാ ഇങ്ങനെ ഓടി വന്നത്? അത് ഞാൻ ചന്തയിൽ ചെന്നപ്പം മരണദൂതൻ നിൽക്കുന്നു, അവനെന്നെ നോക്കി. അപ്പോൾ അറബി പറഞ്ഞു, ഒരു കാഞ്ചി ഈ കുതിര ഇവിടെ കെട്ടിയിട്ട് എനിക്ക് ഏറ്റവും വേഗതയുള്ള കുതിരയെ തരാം, ആ കുതിരപ്പുറത്ത് കയറി ദാസ് ഐലൻഡിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞു, രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവൻ പോയ പുറകിന് അറബി ചന്തയിൽ ചെന്നു. അപ്പോഴും മരണദൂതൻ പോയിട്ടില്ല, അവിടെ നിൽക്കുക. അറബി ചോദിച്ചു, നീ മരണദൂതനെ, എൻ്റെ ഭൃത്യനെ നീ പേടിപ്പിച്ചോ? ഉടനെ മരണദൂതൻ പറഞ്ഞു, ഞാനവനെ പേടിപ്പിച്ചു ഒന്നുമില്ല, ഞാനവനെ ഒന്ന് നോക്കി. നോക്കാനൊരു കാര്യമുണ്ട്, ഇന്ന് വൈകിട്ട്. അപ്പം അറബി അവനെ പറഞ്ഞു വിട്ടേക്കുന്ന 5 മണിക്ക് മുമ്പ് അവിടെ എത്തണം, സൂര്യാസ്തമനത്തിന് മുമ്പ് അവിടെ ചെല്ലണം. കാരണം പിന്നെ കുതിരയ്ക്ക് ലൈറ്റ് ഇല്ലല്ലോ. പാഞ്ഞോളാൻ പറഞ്ഞു. അപ്പം മരണദൂതൻ പറഞ്ഞു, ഞാനവനെ പേടിപ്പിച്ചു ഒന്നില്ല, നോക്കി. നോക്കാനൊരു കാര്യമുണ്ട്, ഇന്ന് വൈകിട്ട് 5 മണിക്ക് എനിക്ക് അവനെ ദാസ് ഐലൻഡിൽ വെച്ച് പിടിക്കേണ്ടതാ. അവൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇവൻ ഇവിടെ നിന്നാൽ എനിക്കങ്ങനെ അവനെ അവിടുന്ന് പിടിക്കാനൊക്കുന്നത് നോക്കിയാണ്. വൈകിട്ട് 5 മണിക്ക് മരണദൂതന് പിടിക്കേണ്ട അറബിയുടെ ഭൃത്യൻ ചന്തയിൽ ചെന്നിട്ട് സാധനം വാങ്ങാം, അതവിടെ ഇട്ടിട്ട് ഓടി 5 മണിക്കേക്ക് പായുക. ചില ആളുകളൊക്കെ മരണത്തെ തോപ്പിച്ചെന്നൊക്കെ പറയും. ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറയണം. മരണത്തെ തോൽപ്പിച്ച് ഒരുവനുണ്ട്, ഒരുവനേ ഉള്ളൂ, അവൻ നാസ്രയനായ യേശുവാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നിനക്ക് തരാൻ അധികാരമുള്ള ഒരുവനുണ്ട്, അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ക്യാൻസർ വന്ന് മരിക്കുമെന്ന് പറഞ്ഞവരും, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് പറഞ്ഞവരും, കോവിഡ് വന്നിട്ടും മരിക്കാതെ ഇവിടുന്ന് സ്തോത്രം പറയുന്ന ചിലരുണ്ട്. അത് ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള നാസ്രയനായ യേശുവിന്റെ കൃപയാണ്.
ഒന്ന് കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ പറ, യേശു കർത്താവിന്റെ കൃപയാണെന്ന് പറ. പോരാ, ശക്തിയോടെ കൃപ കൃപ കൃപ. 2021 നിങ്ങൾക്കറിയാം, ഞാൻ അതിനുശേഷം ഇപ്പോഴാണ് തോന്നി ഇവിടെ വരുന്നത്. ജനുവരി മാസം 24 കാർഡിയാക് അറസ്റ്റിന്റെ രൂപത്തിൽ മരണം എന്നെ ചുറ്റും നിന്നു. നിങ്ങളൊക്കെ അറിഞ്ഞു, പ്രാർത്ഥിച്ചു, ലോകം മുഴുവൻ, ഇവിടെയുള്ള ദൈവദാസന്മാർ, സഭയൊക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ ശബ്ദം നിലച്ചെന്ന്, എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് സാത്താൻ ചിന്തിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രോഗ്രാം ഡയറിയിൽ എഴുതി വച്ചിരുന്നു. ഇന്ന് എത്ര തീയതി? ഫെബ്രുവരി മാസം 22 23 കുര്യാനമുകൾ കിഴക്കേ തെരുവിൽ ഞാൻ നിൽക്കണമെന്ന് തമ്പുരാൻ തൻ്റെ പ്രോഗ്രാം ഡയറിയിൽ എഴുതി വെച്ചു. ഇതല്ല, ഒത്തിരി പ്രോഗ്രാം എഴുതി വെച്ചു. അവിടെ എല്ലാം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പല വേദി പറഞ്ഞ് ആവർത്തിക്കാൻ വിട്ട് കളഞ്ഞിട്ടും കർത്താവ് സമ്മതിക്കുന്നില്ല. നിന്നോട് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെക്കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ഓ ഹോഷമ റൊക്കുനി ഹംതുനിയ, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കരമടിച്ചോ, വാ തുറന്നോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ടപിശാചേ, എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. ആരപ്പെടരുത്. അപ്പോൾ ഒന്നിൽ ശ്രദ്ധിക്കൂ, ലോകാവസാനം അല്ലെങ്കിൽ ജീവാവസാനം. ആദ്യം എന്തെന്നറിയില്ല, എന്തായാലും രണ്ടിലും നടക്കും. ഒന്നുകിൽ ജീവം, അവസാനം. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിന് തിരശ്ശീല വീഴും. ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകത്തിന് തിരശ്ശീല വീഴും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഭയപ്പെടാനില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം പോയാലും ഒരു കൊട്ടാരം സ്വർഗം ഒരുക്കുന്നുണ്ട്. ഇളകുന്ന ഈ രാജ്യം പോയാൽ ഇളകാത്തൊരു രാജ്യം ദൈവം നമുക്കായി ഒരുക്കുന്നു. എത്ര പേർക്ക് പ്രത്യാശയോടെ ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഒന്ന് എഴുന്നേറ്റ മക്കളെ, ഒന്ന് എഴുന്നേറ്റ്. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. കേട്ടോ, ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. ഓ, അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. ഓ, അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല തീർത്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ. പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം, പുത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. രണ്ടവസാനങ്ങൾ, ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ഞാൻ കൂടെ പറയാറുണ്ട്, നമ്മൾ ഇവിടുന്ന് സ്തോത്രം പറയുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. വിശുദ്ധ ബൈബിളിലൊരു വാക്യമുണ്ട്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബീമോനച്ചൻ എന്ന ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുക. ആ കരം ഒരു തവണ എൻ്റെ ശ്വാസം തള്ളിയിൽ ഇവിടെ പിടഞ്ഞു വീഴും. 250 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ കഴിയില്ല. അതെ സഹോദര, നിൻ്റെ ശ്വാസം, സഹോദരി നിൻ്റെ ശ്വാസം, നിൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം പരിപാലിക്കുക. നിങ്ങൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ
നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിലെ വലിപ്പമോ കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്തതുകൊണ്ടാ. ഒന്നുകൂടെ കൈയടിച്ചോ. എത്ര ശിവത്തെ സ്തുതിക്കാമോ? കൈ ഒന്ന് ഉയർത്താൻ കഴിഞ്ഞ ഭാഗ്യവാ. കൈ ഉയർത്താൻ കഴിഞ്ഞ ഭാഗ്യവാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ ഭാഗ്യമാ. കരമടിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യവ, കൃപയാ. വാ തുറക്കാൻ കഴിഞ്ഞ കൃപയാ. തുറന്ന് വാ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. ശക്തിയോടെ വാ തുറന്ന് കൈ കടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ ശക്തിയോടെ. ഹല്ലേലൂയ. ലോകരാജ്യം അസ്തമിക്കാറായി. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ഇത്ര നാളെ കേൾക്കുന്നത് കർത്താവിൻ്റെ വരവെന്ന്. ഇതൊന്നുമല്ല ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. പല ദിവസവും പറഞ്ഞല്ലോ, എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? ലോകം അവസാനിക്കുക അല്ലെ ജീവിതം അവസാനിക്കുക എപ്പോഴെന്നറിയില്ല. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം? ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ദൂരെ കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന പോലെ ലളിതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തം സമയത്തെ അറിയുക. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 54-ാം വാക്യം. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. അടുത്തത്, തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്ത കാലത്തെ വിവേചിക്കണം സഭ. റോമാലേഖനം 13:11 രാത്രി കഴിവാറായി, പകലടുത്തു, രക്ഷ ഇപ്പോൾ വിശ്വസി സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നേരത്തെയും സമയം കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാവും. ഇനി എന്നാ നടക്കാനാ? അടയാളമൊന്നും ഇനിയും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ഒന്ന്, സമയം അറിയുക. ദിമേപ്പവനും പറഞ്ഞു, കൊക്കും ഇവൽ പക്ഷിയും പെരിഞ്ഞാറയും മടങ്ങി വരവിന്റെ കാലം അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. ഈ യോബിന്റെ പുസ്തകം പടക്കുതിരയോടാണ് നമ്മെ ഒന്നിച്ചിരിക്കുന്നത്. ദൈവവേദന പടക്കുതിര. എന്താണ് പടക്കുതിരയുടെ പ്രത്യേകത? യോബിന്റെ പുസ്തകം 39:19 മുതലുണ്ട്. 25-ാം വാക്യം വായിച്ചോ. കാഹളനാദം ധ്വനിക്കും തോറും, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാഹ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും, പടയും പടയനായകന്മാരുടെ മുഴക്കവും, ആർപ്പും ദൂരത്തു നിന്നും മണക്കുന്നു. കണ്ടോ, വിശ്വാസിയെ നീ പടക്കുതിരയ്ക്ക് തുല്യനാണ്. പടയും പടനായന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്നും മണക്കുന്നു. ഒരു ദൈവവൈതൽ സംഭവിപ്പാൻ പോകുന്നത് എന്തെന്ന് ദൂരത്ത് നിന്ന് മണക്കറിയുന്നവനായിരിക്കണം. നീ ദൈവത്തിൽ നെടുമ്പാട് വീടും ദൈവവൈതലെങ്കിൽ നിന്നെ അറിയിക്കാതെ ദേശത്ത് ദൈവം ഒന്നും ചെയ്യില്ല. എത്ര കൈ പൊങ്ങും ഇന്ന് രാത്രി? കരയുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയിക്കാതെ ദൈവം ദേശത്തൊന്നും ചെയ്യില്ല. അബ്രഹാമിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞ്, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോ എന്ന്. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചെങ്കിൽ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ഓർത്ത് ചിലരെ അവൻ വിടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ റഗൂനി ഹംതുനിയ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചോ ഇന്ന് രാത്രി? കൈകൾ അടിച്ചോ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത്, കരയുന്ന നിന്നെ ഓർത്ത്, ഓ ഷമ റഖുനിയ, ചില ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. സമയം അറിയണം. എന്താ വായിച്ചേ? കാലാവസ്ഥ നിരീക്ഷണം നടത്താൻ അറിയാം, രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ അറിയാം. കാലത്തെ വ്യജിപ്പാൻ കഴിയുന്നുണ്ടോ? ഒന്ന്, കാലത്തെ വ്യജിക്കുക. സമയം കുറവാണ്, ഇത് പ്രസംഗിക്കട്ടെ, കുറച്ച് സമയം വേണം. 2, സമയം അറിയിക്കുക. ഒന്ന് പറഞ്ഞേ, ആദ്യം ഞാൻ എന്താ പറഞ്ഞേ? സമയം ഒന്ന് പറഞ്ഞായിട്ട് കേൾക്കട്ടെ. അറിയുക. നമ്മുടെ ഉത്തരവാദിത്തം സമയം അറിയണം. നേരെ ഏതാണെന്ന് അറിയണം. 2, സമയം അറിയിക്കുക. യശയ്യാപ്രവചനം 21:11 കാവൽക്കാരാ ഞാൻ പറയാം. രാത്രി എന്തായെന്ന് സേരിൽ നിന്നൊരു വിളിച്ച് ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ്റെ മറുപടി, പ്രഭാതവും പ്രദോഷവും വരുന്നു, രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു. ഞാൻ രാത്രി കഴിവാറായ എന്നൊരു വിഷയം പ്രസംഗിക്കും. ഈ രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകജീവിതം രാത്രിക്ക് തുല്യമായി അനുഭവിക്കുന്ന ദൈവമക്കളുടെ രാത്രി മാറി ഒരു പകൽ വരാൻ പോകുന്നു.
ഈ ലോക ജീവിതം പകലിന് സമാനമായി അനുഭവിക്കുന്നവന് പകൽ മാറി ഭീകരമായൊരു രാത്രി വരാൻ പോകുന്നു. ഒരു രാത്രിക്കും പകലിനും ഇടയിലുള്ള സന്ധ്യാകാലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഒന്ന്, സമയം അറിയുക. രണ്ട്, സമയം അറിയിക്കുക. സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയൂ. നമ്മെ കർത്താവ് ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. സമയം അറിയിക്കേണ്ട ചുമതല നമുക്കുള്ളതാ. സമയം അറിഞ്ഞാലേ അറിയിക്കാനൊക്കൂ. പഴയ ക്ലോക്കും വാച്ചും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വാച്ച് കടയുടെ ക്ലോക്ക് കടയുടെ മുമ്പിൽ എല്ലാ ദിവസവും ഒരു കൃത്യസമയമാകുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് നോക്കിയിട്ട് പോകുന്ന കാണാം. ഒരു ദിവസം കടയുടെ ഉടമസ്ഥൻ ഇറങ്ങി വന്ന് ചോദിച്ചു, സാർ എന്നെ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ ക്ലോക്കേ നോക്കിയിട്ട് പോകുന്നതെന്ന് കടയിലോട്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനപ്പുറത്തെ ഫാക്ടറിയിലെ വാച്ചറാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് എനിക്ക് സൈറൺ ഊതണം. ഞാൻ എൻ്റെ വാച്ച് റെഡിയാക്കുന്നത് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ ക്ലോക്കേ നോക്കിയാണ്. പിന്നെ അയാൾ ചോദിക്കുക, സാറാണോ അവിടെ സൈറൺ ഊതുന്നേ? സാറ് സൈറൺ ഊതുന്ന കേട്ടാ ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കി വെക്കുന്നത്. സാറ് സൈറൺ ഊതുന്ന കേട്ട് ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കും, ഇവിടുത്തെ ക്ലോക്ക് നോക്കി സാറ് വാച്ച് റെഡിയാക്കും. കാകളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആരു പടയ്ക്കു പുറപ്പെടും? യേശു വരാറാ എന്ന് പ്രസംഗിക്കുന്ന പാടുന്ന നിനക്കൊരു മാറ്റം ഉണ്ടോ? സ്തോത്രം വെച്ച് കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ അന്ന് വരെ അവർക്ക് കഷ്ടതയും സങ്കടവും പരാതി പറച്ചിലേ ഉള്ളൂ. പുറപ്പാടിൻ്റെ അന്ന് വീട്ടിൽ, ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ ഒരു ഒരുക്കം. സ്തോത്രം. സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു, പെസഹ കുഞ്ഞാടിനെ ഇറക്കുന്നു, പാട്ട് കേൾക്കുന്നു. അയൽക്കാർ വന്ന് ചോദിക്കും, എലിസബത്തെ, മേരിക്കുട്ടി, എന്താ പതിവില്ലാത്തൊരു പാട്ട്, ഒരു ഒരുക്കം എന്താ? അവർ പറയും, ഇന്ന് രാത്രി ഞങ്ങളുടെ പുറപ്പാടാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ലോക സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനയിലെ നിന്റെ മുഖം തെളിയണം. നീ ഒരുങ്ങാൻ തുടങ്ങണം. നിന്റെ ഒരുക്കത്തിന് കാരണം ചെയ്തു പറയണം, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോകാൻ, സ്വന്തം വീട്ടിൽ പോകാൻ നേരവാ എന്ന്. ഒന്ന്, സമയം അറിയുക. രണ്ട്, സമയം അറിയിക്കുക. മൂന്ന്, കാവൽക്കാരന്റെ ഉത്തരവാദിത്തം മുന്നറിയിപ്പ് കൊടുക്കുക. എഹെസ്കേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ കേൾക്കാറുള്ള 3:17, ഞാൻ ദേശത്തെ ഒരു കാവൽക്കാരനെ ആക്കിയാൽ അവൻ മുന്നറിയിപ്പ് കൊടുക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, ദുഷ്ടനോട് നീ മരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്യുമ്പോൾ നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ടവനെ അറിയിക്കണം. അവൻ മാനസാന്തരപ്പെട്ട രക്ഷപ്പെട്ടു. ഇനി അവൻ കേട്ടില്ലെങ്കിൽ, സ്തോത്രം, കേട്ടാൽ, നീ അറിയിച്ചതവൻ കേട്ടില്ലെങ്കിൽ അവൻ്റെ പാപം അവൻ്റെ മേലിരിക്കും. എന്നാൽ നീ അവനെ അറിയിച്ചില്ലെങ്കിൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവിടുത്തെ അടുത്ത പദം നീതിമാനെ അറിയിക്കണമെന്നുണ്ട്. 21 വാക്ക് വീട്ടിൽ പോയി നോക്കിയാൽ മതി, സമയമില്ല എടുക്കുക വായിക്കാൻ. 21 വാക്കിലുണ്ട്. ദുഷ്ടനെ മാത്രമല്ല, അതാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കാലം ഇത്ര ആയല്ലോ. നമ്മളെന്നും കർത്താവ് വരാറുകൊണ്ട് കൈയടിക്കുകയും പാടുകയും അന്യഭാഷ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം തീരാൻ പോവാ. ഒരാളോട് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞോ? ഒരാളോട് പറഞ്ഞോ? കഴിഞ്ഞൊരു വർഷം ഒരാളെ നീ കർത്താവിനായി നേടിയോ? നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞോ? നിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവരോട് പറഞ്ഞോ? തൊട്ട അയൽക്കാരനോട് പറഞ്ഞോ? വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരനോട് ലഘുലേ കൊടുത്തോ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം നിന്നോട് ചോദിക്കും. വർഷാവർഷം കൺവെൻഷൻ നടത്തിയാൽ മാത്രം പോരാ. കുഞ്ഞെ, സ്കൂളിൽ കോളേജിൽ നിന്നെ ആക്കിയിരിക്കുന്നത് കാവൽക്കാരനായിട്ടാണ്. അവൻ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പറയണം. എന്താ വേദസം പറഞ്ഞേ? കാഹളനാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തി വരാൻ പോകുന്ന അനർത്ഥം വിളിച്ചു പറയുക. രക്ഷപ്പെടാനുള്ള അവസാന കാഹളം മുതണ്ട അവസരമാണിത്. ഒന്നുകൂടെ ദൈവമക്കളൊന്ന് കൈയടിച്ചോ, ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കോ. അതെ, നമ്മുടെ ഉത്തരവാദിത്തം. മുന്നറിയിപ്പ് കൊടുക്കുക. മുന്നറിയിപ്പ് കൊടുക്കണം. കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. ഇനിയും എന്താണ് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം? എഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിച്ചാട്ടെ. എഹെസ്കേൽ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനും മതിൽ കെട്ടി
എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. കണ്ടോ? അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന പവർ ഓഫ് ഇന്റർസീഡിങ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മധ്യസ്ഥതയുടെ ശക്തി. ഞാൻ അവരെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ കോപം ഞാൻ അവിടെ മേൽ ചൊരിഞ്ഞ തകർത്ത് കളയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ, മുട്ടിമേ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ ദൈവം ന്യായവിധി താമസിപ്പിക്കും. ഒരു വീട്ടിൽ ഒരാൾ കരയാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ വീടിൻ്റെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധിയും താമസിക്കും. ദൈവശത്ത് 10 ദൈവമക്കൾ മുട്ടിമേ നിൽക്കാനുണ്ടെങ്കിൽ ആ ദൈവമക്കളെ ഓർത്ത് ആ ദേശത്തിൻ്റെ ന്യായവിധിയും താമസിപ്പിക്കും. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? മനസ്സിലാക്കി തരാ. വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ച് ഫലം നൽകാൻ നിന്ന വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, യജമാനൻ ഓർഡർ ഇട്ടു. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയാം. ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥത കൊണ്ട് ആ വൃക്ഷത്തിന് ഒരായുസ് നീട്ടിക്കിട്ടി. പരിശുദ്ധാത്മാവനോട് വിളിച്ചു പറയാൻ പറയുന്നു, കരയുന്ന നീ നിമിത്തം, പ്രാർത്ഥിക്കുന്ന നീ നിമിത്തം ചിലർക്ക് ആയുസ് നീട്ടിക്കിട്ടും. കരയാൻ ആളുണ്ടെങ്കിൽ ഷമറകുനി, പ്രാർത്ഥിപ്പാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. മാനസാന്തരത്തിന് അവസരം തരും. ശക്തിയോടെ കരമടിച്ചോ, വാതുറം ദൈവത്തെ സ്തുതിച്ചോ. പരിശുദ്ധാത്മാവനോട് പറയുന്നു വിളിച്ചു പറയാൻ, കുഞ്ഞേ, പാപം ചെയ്യുന്ന ജീവിതമേ, നീ വഴിയിൽ തീരേണ്ടതാ. ഷമറകനിയ, നിന്നെ റോഡ് ആക്സിൽ മാറ്റപ്പെടുത്താൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയാൻ, നിന്നെ റോഡിൽ ചതച്ചരച്ചു കളയാൻ പിശാച് പലവട്ടം പദ്ധതിയിട്ടപ്പോഴും നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് നീ മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. നിന്റെ ഗുണം കൊണ്ടല്ല, ആരോ നിനക്ക് വേണ്ടി കരയുന്നു. ഒന്നുകിൽ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ പാസ്റ്ററുടെ കണ്ണുനീർ, സഭയുടെ കണ്ണുനീർ. ദൈവമേ, 1 വർഷം കൂടെ നിൽക്കട്ടെ, മാനസാന്തരപ്പെടാൻ ദീർഘമാക്കി അവസരം കൊടുക്കണമെന്ന് ആരോ കരയുന്നു. കരയാൻ ആളുണ്ടെങ്കിൽ മാനസാന്തരത്തിന് അവസരം കിട്ടും, മടങ്ങി വരവിന് അവസരം കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രസംഗ പീഠത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും. ഈ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഇവിടെ വന്നിട്ടുണ്ട്. മനോഹരമായി ഗ്ലാസ്സിൽ ഈ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പാഴ്സനേജിനാണല്ലോ, ഇവിടെ തന്നെ ആണല്ലോ, പാഴ്സനേജിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. അടി തീ കത്തുമ്പോഴും അകത്ത് വെള്ളം തിളച്ചു മറിയുമ്പോഴും ആ പാത്രം നിശബ്ദമായത് സഹിച്ചു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടു. ഒരിക്കലും ആ പാത്രം ഈ സ്റ്റേജിൽ വരില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ അടുക്കളയിലെ അടുക്കള പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ വിശിഷ്ടി അതിൻ്റെ മുമ്പിൽ വരില്ല. അവിടെ എപ്പോഴും വരുന്ന മനോഹര പാത്രങ്ങളാണ്. പക്ഷെ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ഈ മനോഹര ഗ്ലാസ്സിൽ ഈ വെള്ളം ഇവിടെ വന്നപ്പോൾ ആരും അറിയപ്പെടാത്തൊരു അടുക്കള പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ കണ്ണുനീർ ഇവിടെ ആരെയും കാണുന്നില്ലെങ്കിലും അനേക മാനപാത്രങ്ങൾ വാർക്കപ്പെടുന്നുണ്ട്, അനേക മാനപാത്രങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ ആർക്കും അറിഞ്ഞുകൂടെങ്കിലും അറിയുന്നൊരു സ്വർഗമുണ്ട്. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഷമറകനിയ, ഇടിവിൽ നിൽക്കാൻ ആളുണ്ടോ? കരയാൻ ആളുണ്ടോ? ന്യായവിധി താമസിപ്പിക്കപ്പെടും, മാനസാന്തരത്തിന് അവസരം വരും. എല്ലാവരും ശക്തിയോടെ അല്പസമയം, ശക്തിയോടെ എല്ലാ അധരങ്ങളെ ചലിപ്പിച്ച് കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നീ ഇടിവിൽ നിന്നാൽ, നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തലമുറയ്ക്ക് മാനസാന്തരത്തിന് അവസരം കൊടുക്കും. ഈ മോശയുടെ ഒരു പ്രത്യേകത, ഈ മരുഭൂമിയിൽ വെച്ച് ഈ ജനത്തെ 3 വട്ടം തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഈ ജനത്തെ കൊല്ലും.
അപ്പോൾ ഈ മനുഷ്യൻ നെടുമ്പാടി വിട്ട് പറഞ്ഞു, എന്നെ കൊന്നോ, ഇവരെ കൊല്ലരുത്. എനിക്ക് ആ മനുഷ്യൻ്റെ സഹിഷ്ണുത. അവന് നേരെ ഒന്നിച്ച് ആൾ വരുമ്പോൾ അവൻ കരയും. 25 എണ്ണത്തെ ഒന്നിച്ച് കിട്ടിയാൽ അടിച്ച് താഴെയിടാനുള്ള ഉൾക്കരുത്ത് ശക്തി പ്രാപിച്ച മോശ ദൈവിക പാഠശാലയിലൂടെ കയറി ഇറങ്ങിയപ്പോൾ സൗമ്യനായി മാറി. അവൻ്റെ നേരെ ജനം മുഴുവൻ ചെല്ലുമ്പം കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൊണ്ട് നിൽക്കില്ല. എന്നെ നോണ്ടിയാൽ ഞാൻ നിന്നെ മാന്തുവെന്ന് പറയില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വോത്രം പറയാ എനിക്ക് പ്രശ്നമൊന്നുമല്ല, അതൊന്നുമല്ല ആത്മീയൻ്റെ ലക്ഷണം. എന്നെ ഒന്ന് ചൊറിഞ്ഞാൽ ഞാൻ നിന്നെ മാന്തും, ഞാൻ നിന്നെ ഞോണ്ടുവെന്ന് പറയുന്നല്ല ആത്മീയൻ. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ജനക്കൂട്ടം മുഴുവൻ നിന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരുമ്പോൾ നെടുമ്പാട് വീണ് കരയുന്നവനാണ് ആത്മീയൻ. എന്നെ വിളിച്ച ദൈവമാണ് ഇതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല. എന്റെ ദൈവം മറുപടി പറയുമെന്ന് പറയുന്നവനാ ഒരു ഭക്തൻ. ഒന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രി. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? മോശം ഇങ്ങോട്ട് മാറ്റിയെടുത്ത് പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് അതിശയമായി തോന്നുന്നത് 3 വട്ടം തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഈ ജനത്തെ കൊല്ലും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം. അപ്പോൾ മോശ പറഞ്ഞു, എന്നെ കൊന്നു, പക്ഷേ ഈ ജനത്തെ കൊല്ലരുത്. കാരണം നീ നീട്ടിയ ഭുജം കൊണ്ട്, നിന്റെ വലത്തിന്റെ കരം കൊണ്ട്, വല്ലഭത്വം കൊണ്ട് വിടുവിച്ച ജനത്തെ നീ കൊന്നുകളയരുത്. ഹല്ലേലൂയ. ഇവർക്കൊരവസരം കൊടുക്കാൻ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിസ്പെക്ടറിയുടെ മിടുക്കോ, കൗൺസിലിന്റെ മിടുക്കോ, കമ്മിറ്റി അംഗങ്ങളുടെ കൈമിടുക്കോ കൊണ്ടല്ല ഈ പ്രസ്ഥാനം നിൽക്കാൻ കാരണം മുണ്ടുമുറുക്കി കൊടുത്ത് കരയുന്ന ഭക്തന്മാരിനകത്തുണ്ട്, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരിനകത്തുണ്ട്. അല്ലേ തമ്പുരാൻ എന്ന് ഇതിനെ തകർത്തേനെ. ഒന്നുകൂടെ കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറ. ഇത് തകർക്കാത്തത്, ഇത് മുടിക്കാത്തത് നിന്റെ മിടുക്കല്ല, ഭക്തന്മാരുടെ കണ്ണുനീരാണ്. ഇടിവിൽ നിൽക്കാൻ ആളുണ്ടോ? മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടോ? ന്യായവിധി താമസിപ്പിക്കപ്പെടും. ഒരു ഭക്തൻ കണ്ട ദർശനം, ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ കയറി വരുന്നു. അപ്പോൾ ഒരു വട്ടം ദൈവമക്കൾ നിന്ന് കരയുന്നു, ദൈവമേ, ഞങ്ങൾ ഇവിടുത്തെ ശമ്പളം പറ്റി ജീവിക്കുക, ഇവനെ തകർക്കരുതേ. ന്യൂയോർക്കിൽ പാവമില്ലാഞ്ഞിട്ടല്ല, ദുബൈയിൽ പാവമില്ലാഞ്ഞിട്ടല്ല, ദോഹയിലും ബോംബെയിലും പാവമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. നന്മ അനുഭവിക്കുന്ന ജനം അവിടെ ഇവിടുന്ന് കരയുന്നുണ്ട്. കൊട്ടാരക്കരയ്ക്ക് വേണ്ടി നീ ഇടിവിൽ നിന്നാൽ ഈ നാടിനെ ദൈവം വിടുവിക്കും. നിനക്ക് കഴിയുന്നുണ്ടോ ഇടിവിൽ നിൽക്കാൻ? ആരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? വിജയജ്യോതി കൂടി പോയിട്ട് കാര്യമൊന്നുമില്ല, വല്ല മാറ്റം വരുന്നുണ്ടോ? എത്ര പേരുടെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, എന്നെ കണ്ണടയും മുമ്പ് എനിക്ക് അവർ യേശുവിനെ അറിയണം, ഞാൻ സേവിക്കുന്ന കർത്താവിനെ അവരറിയണം, ഞാൻ ആരാധിക്കുന്ന ഹോളിൽ അവർ മുട്ടുകുത്തണം. തെക്കേ നാടിലെ തൂണ്ടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണേ. നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ അസാധ്യമായ ദൈവം സാധ്യമാക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നല്ലോ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മ പറയും, നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ, നിനക്ക് കടന്നിയെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. എത്ര പേർക്ക് സ്തോത്രം ശക്തിയോട് പറയാൻ കഴിയും? ഇന്ന് രാത്രി അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു, ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇവിടെ സ്തോത്രം പറയുമ്പോൾ, ഇവിടെ ഹല്ലേലൂയ പറയുമ്പോൾ, നമുക്ക് കടന്നിയെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരം കടന്നു എന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. നിനക്ക് കടന്നിയെല്ലാം കഴിയാത്ത ഉന്നത മേടകളിൽ, വൻപന്മാരുടെ വീടുകളിൽ, ദൈവത്തിന്റെ അഭിഷക്ത ദൈവദാസ, നിനക്കെത്താൻ കഴിയാത്തിടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചില ചെയ്തിട്ട് മടങ്ങി വരും. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് രാത്രി ദൈവമഹത്വം ഈ രാത്രി പന്തൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ അവസാനം. ഏത് നിമിഷം സംഭവിക്കും കേട്ടോ. റെഡിയായിരുന്നോണം. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്നു പറഞ്ഞ് ചിന്തിച്ചവരല്ല. ഇത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അൺഎക്സ്പെക്റ്റഡായ ടൈമിൽ ഇവിടുന്ന് പോയി. നമ്മൾ ഒരു ദിവസം പോവും അൺഎക്സ്പെക്റ്റഡായ ടൈമിൽ. അതിനു മുമ്പ് എന്തൊക്കെ ചെയ്തു? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര തീരാറായെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ? കേട്ടില്ല. സന്തോഷം. വീടോടടുത്തെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷം. ചിലർക്ക് ദുഃഖമാണ്. അതിലൊരു ദൂത് ഞാൻ പറയാം. ഈ നിന്റെ വീടിനടുക്കുമ്പോൾ നിനക്ക് ദുഃഖം ഉണ്ടാകുന്നതിന് എൻ്റെ അർത്ഥം അങ്ങോട്ട് പോകുന്നതിൽ വലിയ സങ്കടമാണ്. ഒരു ദൂത് പറയാം.
നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വേഗം മടങ്ങിയെത്താൻ കൊതിക്കുന്നിടമായി നിന്റെ വീട് തീരണം. വേറെ ഇടവില്ലാത്തതുകൊണ്ട് വന്നു കയറുന്നല്ല, വീടോട് അടുക്കുമ്പോഴേ പടപട ഇടിയല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ട്, അത് നിന്റെ വീടായിരിക്കണം. കൈയൊക്കെ ആട്ടി സ്തോത്രം പറയാച്ചാ. ഇവിടെ ഞാൻ ചോദിച്ചു, യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആ ദുഃഖമാണെന്ന് തോന്നില്ല. യാത്ര തീരാറാന്ന് കേൾക്കുമ്പം സന്തോഷം ആർക്കാണെന്നറിയാമോ? യാത്ര ക്ലേശകരമാണെങ്കിൽ യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഞാൻ ഈ പ്രസംഗപീഠത്തിലെല്ലാം ചെല്ലുമ്പം യാത്രികനാണ്. ഈ റോഡിലൂടെ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞാൻ പോയി, ചിലപ്പോൾ 2 മണിക്ക് ഇതുവഴി പോകും. ഇന്നലെ കോയിൽ വിള IPC തിരുവനന്തപുരം വെസ്റ്റ് ഈസ്റ്റ് സെൻട്രൽ കൺവെൻഷനായിരുന്നു. ഇന്നലെ ഏതായാലും 1 മണി കഴിഞ്ഞപ്പം വീട്ടിലെത്തി. സാധാരണ 2 മണിക്കും ഒക്കെയാണ്. മിനിയാന്ന് തേക്കുതോട് ആന ഇറങ്ങുന്ന 15 കിലോമീറ്റർ കാട്ടിനപ്പുറമാണ്. തിരിച്ചാൽ നേരെ പറഞ്ഞു, പാസ്റ്ററെ പോകുന്നുണ്ടെങ്കിൽ പതുക്കെ പാടും, വണ്ടി ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു ലൈറ്റ് ഡിം ചെയ്യരുത്. അപ്പോഴേ പോയി. അവർ തന്നെ പേടിപ്പിച്ചു വിടുക. കേൾക്കുന്ന സഹോദരന്മാർ ഒന്നും മിണ്ട. അപ്പം അതിനപ്പുറത്തെ ദിവസം കഴിഞ്ഞ എൻ്റെ ദിവസം അങ്കമാലിയിലായിരുന്നു. ഈ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്തിട്ട് പോറൽ പറ്റാതെ ഈ സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഈ തൊണ്ട തുറക്കുമ്പം ശബ്ദം തരുന്ന ദൈവത്തിൻ്റെ കരുണയാ മക്കളെ. അത് സുഖമൊന്നുമല്ല. 7:30 മണിക്കെങ്കിലും എത്തുന്നല്ലോ, വഴിയിലിടാതെയും കൊണ്ടുവന്നല്ലോ. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അപ്പം ഈ യാത്ര ക്ലേശം. ഞാൻ ചോദിക്കും, യാത്ര സുഖമാണോ? എൻ്റെ ദൈവമേ, എന്നും യാത്ര ചെയ്യുന്ന എനിക്കെന്നാ യാത്ര സുഖം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിക്കവാറും മലയാളിയുള്ള രാജ്യത്തെല്ലാം പോയിട്ടുണ്ട്. കൃപയാ, ഇനി പോകാനും ഇരിക്കുക ഈ വർഷം തന്നെ പല രാജ്യം. എവിടെ മലയാളിയുണ്ടോ കൃപയാൽ ഈ പുസ്തകം കൊണ്ട് അവിടെ എല്ലാം ദൈവം എന്നെ അയച്ചു. അപ്പോൾ ഈ ചെല്ലുന്ന ഉടനെ അവിടുന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മുതൽ സ്വീകരിക്കാൻ ആളുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്. എൻ്റെ വീടിനേക്കാൾ നല്ല വീട്ടിലാണ് പാർപ്പിക്കുന്നത്. തിരിച്ച് കയറി വരും വരെ കൊണ്ട് നടക്കും. പക്ഷേ ഞാൻ എപ്പം വിദേശത്ത് ചെന്നാലും എൻ്റെ ചിന്ത എപ്പം വീട്ടിൽ വരാമെന്ന. നിങ്ങൾ അനങ്ങിയില്ലല്ലോ. ഈ കാനഡയിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഞാനിവിടെ പറയും, നിങ്ങളിവിടെ പെർമനൻറ്റ് വീസാക്കാരാ, ഞാനിവിടെ വിസിറ്റിംഗ് വീസാക്കാരനാ. എനിക്ക് എപ്പോഴെൻ്റെ വീട്ടിൽ ചെല്ലാവുന്നു. സ്തോത്രം കേട്ടില്ല. യാത്ര ക്ലേശകരമാണെങ്കിൽ എപ്പോഴങ്ങ് ചെല്ലുവെന്ന, എപ്പോൾ ലാൻഡ് ചെയ്യുന്ന. യാത്ര സുഖകരമാണെങ്കിൽ മുമ്പോട്ട് പോട്ടെ. എൻ്റെ ഇളയ മോൻ 10 വയസ്സിൻ്റെ ഡിഫറൻറ്റാണ് മൂത്തമക്കളുമായിട്ട്. അവനെ ഞാൻ ഉള്ളപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ 7 അവന് പ്രസംഗീനൊക്കെ ആയിരുന്നു 7-ാം വയസ്സ്. ഇപ്പം ആൾ പഠിക്കാനൊക്കെ പോയി കാണും. അപ്പം ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കുമെന്ന് കുഞ്ഞായിരുന്നപ്പോൾ. ഇന്ന് കറങ്ങിയിട്ട് ഞങ്ങളുടെ വഴി തിരിയുമ്പോൾ അവൻ പറയും മുമ്പോട്ട് പോട്ടെന്ന്. കാരണം പുള്ളിക്ക് ഇതായിരുന്നു കറങ്ങുന്ന അസുഖം. യാത്ര ക്ലേശകരമാണെങ്കിൽ തീരാമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതാ നമ്മുടെ പഴയ ഭക്തന്മാരെല്ലാം പാടിയതെല്ലാം അങ്ങെല്ലുന്ന കാര്യമായിരുന്നു, ഇല്ലേ ചാലേ? അവിടെ യാത്ര ക്ലേശകരമായിരുന്നു. എനിക്ക് പാടാനൊക്കെ തോന്നുന്നുണ്ട്, സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യാത്രികനാണ്. തിരുവനന്തപുരം കൺവെൻഷൻ കഴിഞ്ഞ് കൊല്ലത്ത് വഴിയാണ് പോകുന്നതെങ്കിൽ കൊല്ലം എത്തുമ്പോൾ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് ഞാൻ പറയും, ഇനി 1 മണിക്കൂർ എന്തിനാ? വീട്ടിൽ തന്നെ. ഈ വഴിയാണ് പോകുന്നെങ്കിൽ അടൂരെത്തും പറയും 40 മിനിറ്റ്. എന്തിനാ? മക്കളെ എന്നെ ശ്രദ്ധിച്ചിരുന്നോണം, ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇതിനിടയിൽ ഒരുത്തൻ ഉറങ്ങിയാൽ എനിക്കറിയാം. കാഹളനാദത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നീ ഉറങ്ങിയാൽ കറങ്ങത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരത്തുള്ളൂ. സൂത്രത്തിൽ 2 സ്തോത്രം. അത് കേൾക്കുമ്പോൾ അറിയണം, അമ്മച്ചി 3-ാം സ്വർഗത്തോടെ എടുത്തിട്ട് വരികയാണ്. എല്ലാവരും കൈ ഉയർത്തി സ്തോത്രശക്തിയോട് പറഞ്ഞേ. കായംകുളം അടുക്കുമ്പോൾ ഞാൻ പറയും 2 മിനിറ്റ്. എന്തിനാ? വീട്ടിൽ ചെല്ല. പക്ഷേ ഈ 2 മിനിറ്റ് 1 മിനിറ്റാണ്. വീട്ടിലെത്താൻ എത്ര മിനിറ്റ് മതി? അതും വിലയേറിയതാണ്. മനസ്സിലാക്കി തരാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമിറങ്ങിയ ഒരു കുടുംബം
ഞങ്ങളുടെ പട്ടണം കായംകുളത്തെത്തി. ഇവിടുന്ന് കറ്റാനം എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ 7 കിലോമീറ്ററേ ഉള്ളൂ, 8 കിലോമീറ്റർ അങ്ങേയറ്റം. ഹൈവേ തിരിയുമ്പം വിളിച്ച് പറഞ്ഞ് ഇന്നടത്തെത്തി, കാപ്പി ഇട്ടോ. കാപ്പി ഇടാൻ അമ്മ അടുക്കളയിൽ കയറി. അടുത്ത ഫോൺ കോൾ വന്നു, ഒരു ആക്സിഡൻറ്റിൽ 3 പേര് തീർന്നു. 2 മിനിറ്റ് 1 മിനിറ്റാ. ഞങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒത്തിരി ആക്സിഡൻറ്റുകൾ കാണും രാത്രി. ഹെൽമെറ്റിനകത്ത് തലയോട് പൊട്ടിയും തലച്ചോറ് കിടന്നൊക്കെ പിള്ളേരെ കാണും. കാർ ആക്സിഡൻറ്റുകൾ. ഓരോ ആക്സിഡൻറ്റും നിനക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗികൻ വീണു, പ്രവാചകൻ തകർന്നു, അവർ വീണു ഇവർ വീണു എന്ന് പറഞ്ഞ് നീ നിൽക്കുമ്പോൾ ഓർത്തോണം, ഈ വീഴ്ച നിനക്ക് തരുന്ന മുന്നറിയിപ്പ്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. നമ്മളെക്കാൾ ശക്തരുമൊക്കെ വീണുകൊണ്ടിരിക്കുക. അവരുടെ വീഴ്ച ആഘോഷിക്കാനല്ല, നീ സൂക്ഷിച്ച് യാത്ര ചെയ്തു. യാത്ര ക്ലേശകരമാണെങ്കിൽ അങ്ങി എന്നാ മതി എന്നാ. അന്നൊക്കെ ഭക്തന്മാർക്ക് എപ്പോൾ അങ്ങിയല്ലോ എന്നായിരുന്നു. അത് ക്ലേശകരമായിരുന്നു യാത്ര. ഇപ്പൊ സുഖകരമായി. എല്ലാം പറയാൻ നേരമില്ല. ഈ യാത്ര ക്ലേശകരമായിരിക്കാമെങ്കിൽ അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹം വരും. മിസ്രൈം സുഖമാണ്, പിന്നെ കനാനാത്തിനാ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെന്നപ്പം തമ്പുരാൻ പറഞ്ഞു, 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട്. ആ ഇഷ്ടിയത്തൂളെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ആഗ്രഹം എന്നങ്ങ് ചെല്ലാമെന്ന. പക്ഷേ ചിറ്റുള്ളിയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം അവർ കൂടാരക്കുറ്റി ആഞ്ഞടിച്ചു. ഇനി ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്നായിരുന്നു. അപ്പം ദൈവം തമ്പുരാൻ എന്താണെന്നറിയാമോ? യോസഫിനെ അറിയാത്തൊരു ഫറവോനെ എഴുന്നേൽപ്പിച്ചു. ആടി തുടങ്ങിയപ്പോൾ അവർ പാടി, എൻ്റെ ദേശം ഇവിടെയല്ല. ഈ അഹങ്കാരമൊക്കെ കാരണം എന്താണെന്നറിയാമോ? അടി കിട്ടാത്തോണ്ടാ. നീ ഒത്തിരി അഹങ്കരിക്കരുത്. ആത്മീയ ലോകത്തോട് ഞാൻ പറയാ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദൈവം ചിലരെ നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ച് അടി ആരംഭിക്കും. എങ്ങനെ ഇത്ര അഹങ്കരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വടക്കേണ്ടിയിലൊക്കെ വെട്ടിനുറുക്കുക. കഴിഞ്ഞ ദിവസം കണ്ടില്ല, 28 എണ്ണത്തെ നിരത്തി നൈജീരിയ നിർത്തിയിട്ട് വെടിവെച്ചങ്ങ് വീഴ്ത്തുക. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ നീ അഹങ്കരിക്കരുത്. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ നീ അറിഞ്ഞിട്ടില്ല. ഞാൻ കൂടെ കൂടെ പറയും, ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. പക്ഷേ ഈ പ്രപഞ്ച ശില്പിയായവൻ തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കാനല്ല, ഒരുക്കാൻ പോയി. പ്രപഞ്ചത്തിൻ്റെ ശില്പി കഴിഞ്ഞ 20 നൂറ്റാണ്ടായി തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആ നവ്യഗേഹം എത്രയോ മനോജ്ജമായിരിക്കും. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. കൈയടിച്ചോ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. എല്ലാവരും കൈയടിച്ചേ. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. കണ്ടാലും ഗ്രഹിച്ചിടാം, നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ. ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. കണ്ടാലും തേച്ചിടാൻ
നിത്യമായി വാണിടാം, കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ, എന്നാത്മാവ് വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എന്നാൽ തീർന്നു ഞാൻ നിത്യമായി എന്നാൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. പാടി. എന്നാൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനേശുവിനു കൂടെ കുഴപ്പിക്കല്ല, മന്നവനാമേശുവിനോടു കൂടെ വാണിടും. ഞാൻ ഈ ആ സ്റ്റാൻസ ഒന്ന് പാടാം. അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ നിങ്ങൾ പാടണം. എന്താ? എന്നാൽ തീർന്നു ഞാൻ. ശക്തിയോടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, പ്രത്യാശ ഉണ്ടെങ്കിൽ. എന്നാൽ തീർന്നു ഞാൻ, എന്നാൽ തീർന്നു ഞാൻ, എന്നാൽ തീർന്നു ഞാൻ. 100-ാം സങ്കീർത്തനം വരെ പരാതി പറച്ചില്ല, പരിദേവനമാ. 100-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ ഹല്ലൽ ഗീതങ്ങളാണ്. പിന്നെ പരാതിയില്ല, പരിഭവനമില്ല. ഇതാണ് പ്രത്യാശ. തൻ്റെ ഇടമുണ്ടോ പറയാൻ? എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. നല്ലവനാമൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ വാഴും. ഭാവികാലം ഓർക്കുമ്പോൾ നിനക്ക് ഞെട്ടലല്ല, നിനക്ക് സന്തോഷം ഉണ്ടാകണം. ഈ പാട്ടൊക്കെ കേൾക്കുമ്പം ഉള്ളിലൊരു കുതിപ്പുണ്ടോ? ഈ മരണം, ശവടൊക്കെ, ശവമഞ്ച ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാ, എല്ലാവർക്കും പേടി മരണമെന്നൊക്കെ കേൾക്കും. പക്ഷെ ഇതുപോലൊരു പാട്ട് പാടി നോക്കണം, ഇളകും അല്ലേ? അല്ലേ? ഇതൊന്നും നേരമില്ലാത്ത പ്രത്യാശയോട് ഗാനം പാടുമ്പോൾ അവൻ അറിയാതെ കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയാമോ? ഈ അകത്തിരിക്കുന്നവൻ അങ്ങ് എല്ലാനുള്ള ആഗ്രഹമാണ്. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് അറ്റ് ടൈം. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നമ്മുടെ ഒരു ചർച്ചിൽ ഒരു റിട്രീറ്റിന് എനിക്ക് സബ്ജക്റ്റ് തന്നത് സമയമടുത്തു എന്നുള്ളതായിരുന്നു. സമയമടുത്തു, നൗ ഈസ് ദ ടൈം. ഞാനിവിടെ പ്രസംഗിക്കാൻ ആരംഭിച്ചു. 3 ദിവസം അവരോടൊപ്പം താമസിച്ച് പെൻസിൽവാനിയയിൽ. കർത്താവ് പറഞ്ഞ് ദൂത് എൻ്റെ ജനത്തിന് കൈമാറണം. ഞാനൊരു പുസ്തകം എഴുതി, നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സമയമെടുത്തു, ഇപ്പോഴില്ല എൻ്റെ സമയമെടുത്തു. 30 കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം, സഭ അറിയണം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. 1, കുറിച്ചെടുക്കാൻ എടുത്തു, ബാക്കിയെങ്കിലും 2 രാജാക്കന്മാർ 5:26, 2 Kings chapter 5:26. വായിച്ച മോനെ. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? 1, ഇപ്പോൾ ഇതിനോ സമയം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട് ഉറക്കെ അതിനോട് ഇപ്പം പറ. ഇപ്പോൾ, അയ്യോ ഒന്ന് ഉറക്കം പറ. ഇപ്പോൾ ഇതിനോ 1. ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ചോദിക്കണം, ഇപ്പോൾ ഇതിനോ സമയം. ഇപ്പം വഴക്കുണ്ടാക്കാനാണോ സമയം? ഇപ്പോൾ പിണങ്ങിയിരിക്കാനാണോ സമയം? ഇപ്പം അടിയുണ്ടാക്കാനാണോ സമയം? സഭായോഗത്തിൽ ബഹളം ഉണ്ടാക്കാനാണോ സമയം? ഇപ്പോൾ ഇതിനോ സമയം. ഒരു ബസ്സിൽ ഒരു അമ്മച്ചി, ഒരു പെങ്കൊച്ചി ഞാൻ യാത്ര ചെയ്യാണ്. അവിടെ തൊട്ടപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് കയറി. അമ്മച്ചിയുടെ ഒരു ബാഗും ഉണ്ട്. അമ്മച്ചി ആ ബാഗും അവിടെ വെച്ച് അമ്മച്ചിയും കയറിയിരുന്നു. എന്നിട്ട് ഈ പെങ്കൊച്ചിനെ അങ്ങ് ചിത്തിക്കുക, കുറേ നേരം കൊണ്ട് വിളിയും തെള്ളു കൊള്ളുക. ഒരു മനുഷ്യൻ ചോദിച്ചു, കൊച്ച എന്തിനൊക്കെ ആ തള്ളയോട് പറയരുതോ ബാഗ് താഴെ വെച്ച് മര്യാദക്കിരിക്കാൻ? ഉടനെ ഈ പെങ്കൊച്ച് പറഞ്ഞു, ഞാനിതിൽ യാത്രക്കാരിയാണ്, ഈ അമ്മയും യാത്രക്കാരിയാണ്. ഞങ്ങൾ തമ്മി എത്ര നേരം ഈ ബസ്സിനുണ്ടെന്നറിയില്ല. ഒന്നീ ഞാൻ ആദ്യം ഇറങ്ങും, അല്ലെ അമ്മ ഇറങ്ങും. ആരാദ്യം ഇറങ്ങുന്നതെന്നവർ അറിയില്ല. ഞങ്ങൾ തമ്മിൽ ഇതിനകത്ത് അല്പം മിനിറ്റേ ഉള്ളൂ.
ആ സമയം വഴക്കുണ്ടാക്കാനുള്ളതാണോ? നിന്റെ അപ്പൻ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ അമ്മ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ ഭാര്യ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? ഭർത്താവ് എത്ര നാളുണ്ടെന്നറിയാമോ? മക്കളെ, പപ്പ മമ്മി എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ പാസ്റ്റർ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? ഈ അല്പനാൾ വഴക്കുണ്ടാക്കരുത്, സമാധാനം തകർക്കരുത്, സ്വസ്ഥത കളയരുത്. എല്ലാവർക്കും ഇവിടെയൊക്കെ ഇരിക്കുന്നവർക്ക് അറിയാം. ഞാൻ അമേരിക്കയിൽ പോളിയോഗിച്ചോടൊപ്പം വിസിന കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മമ്മി എന്നോട് യാത്ര ചോദിക്കാതെ പോയി. എത്ര നാളുണ്ടെന്നറിയാമോ മക്കളെ? വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. കഴിയുന്നിടത്തോളം എല്ലാവർക്കും സമാധാനം കൊടു. എപ്പോഴും ചോദിച്ചോണം, ഇതാണോ സമയം? ഒരു ഭാര്യയും ഭർത്താവും വലിയ സ്നേഹമായിരുന്നു. ദൈവാത്മാവ് ഇങ്ങനെ ആയി നടക്കുന്നു. പക്ഷെ അവർ തമ്മിൽ ഇടയ്ക്കൊരു വഴക്കുണ്ടായി. ഇത്തിരി സ്നേഹമുള്ളവരായതുകൊണ്ട് ആരാദ്യം മിണ്ടുവന്നായിരുന്നു. ഭർത്താവും മിണ്ടിയില്ല, ഭാര്യയും മിണ്ടത്തില്ല. ആരാദ്യം മിണ്ടും. ദിവസങ്ങൾ നീണ്ടു. ഭാര്യയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി. അന്നും മിണ്ടിയില്ല, എല്ലാം എടുത്തുകൊണ്ട് അയാൾ പോയി. അവിടെ ഇരിക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്ന് താഴെ വീണു. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു കാറ് ഹോസ്പിറ്റലിലേക്ക് പോയി, ഒരു കാറ് നേട്ടി വീട് വന്നു. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവിനെ കാർഡിയാക് അറസ്റ്റ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയറ്റി, അവളെയും കൊണ്ടുപോയി. അങ്ങി എന്നപ്പോഴേ ആള് പോയി. നീ മിണ്ടില്ലേ? നീ മിണ്ടില്ലേ? നീ മിണ്ടണ്ടാലോ. പക വെച്ചുകൊണ്ടിരിക്കരുത്, കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ രാത്രി നിരപ്പാകാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതൊന്നും ആരും പ്രസംഗിക്കില്ല, ഇളക്കത്തേ ഉള്ളൂ. ക്ഷമ ചോദിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരും, നിരപ്പാകാൻ സമയം കിട്ടിയില്ലെന്ന് വരും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ശക്തിയോടെ കൈ ഉയർത്തിയുടെ സഹോദരം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനാണോ സമയം? ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കയറിയിരുന്ന് കഴിയുമ്പോൾ എയർ ഹോസ്റ്റസോ ഒക്കെ മുമ്പിൽ വന്നിട്ട് കൈക്കറി കാണിച്ച് പല കാര്യം പറയും. ഒരു ദിവസം 5 വട്ടം കയറിയാൽ കേട്ടേക്കത്തുള്ളൂ. അത് അവർ പറയുന്നതെന്നറിയാമോ? ഈ പ്ലെയിൻ ആകാശത്ത് പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാം, അപ്പോൾ ഓക്സിജൻ മാക്സ് വീഴും, നിങ്ങൾ മൂക്കിൽ വെച്ച് വലിച്ചു വേണം. അടിയന്തരമായി ചിലപ്പോൾ ലാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണരുത്, അടിയന്തരമായുള്ള ഓപ്പൺ ആകും. അപ്പോൾ അതിൽ കൂടെ ഷൂ ഒന്ന് നിരങ്ങി ഇറങ്ങണം. പെട്ടിയെടുക്കാൻ പാടില്ല, ബ്രീഫ് കേസ് എടുക്കരുത്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ $50,000 ഉണ്ടെങ്കിലും എടുക്കാനൊക്കത്തില്ല, ചാടിക്കോണം. ഇനി ഇത് കടലില്ല, മണ്ടയ്ക്കാ മിക്കാറും വീഴുന്നത്. അപ്പം ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഓളയെന്നിടണം, അത് ഫൂ എന്ന് ഊതി വീർപ്പിക്കണം, ലൈറ്റ് കത്തിക്കണം, ഷൂ എന്ന് വിഷിലടിക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എനിക്കത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം, പിന്നെ വിഷ്ണൂത്തും നടക്കത്തില്ല, ലൈറ്റ് അടിയിലും നടക്കും. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവകൃപയാ. അപ്പം ഞാൻ പറയാൻ വന്നത്, അടിയന്തര ലാൻഡിങ്ങിൽ നിരങ്ങി ഇറങ്ങിക്കോണം എല്ലാം ഇട്ടിട്ട്. ഇതൊരു കപ്പൽ പോകുകയാ, കപ്പൽ കൂട്ടിമുട്ടി. കപ്പലിൽ ലൈഫ് ജാക്കറ്റാണ്, ലൈഫ് ബോട്ടുകളാണ്. അപ്പം ജാക്കറ്റ് ഇട്ടോ ലൈഫ് ബോട്ടിൽ പോകണം. ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി, ഇതാ നമ്മുടെ കപ്പൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞു, കപ്പൽ മുങ്ങാൻ പോകുന്നു, ഈ ലോകമാൻ കപ്പൽ മുങ്ങാൻ പോവാ, ഓടിക്കറിക്കോ ലൈഫ് ബോട്ടിൽ, എല്ലാവരും ഓടിക്കയറുക, ലഗേജ് ഒന്നും എടുക്കരുത്, വെറും കയ്യായി ഓടിക്കയറിക്കോണം. എല്ലാവരും ഓടിക്കയറാൻ തുടങ്ങി. ഡോളറും ചെക്കും പൗണ്ടും സ്വർണവും പെട്ടിയെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഓടുമ്പം ഒരുത്തനാ കപ്പലിൽ നടന്ന് ഈ ആളുകൾ ഇട്ടിട്ട് പോയതെല്ലാം വാരിക്കൂട്ടുക, സ്വർണവും വെള്ളിയെല്ലാം. അതിനോട് ചോദിച്ചാൽ, നിനക്ക് രക്ഷപ്പെടണ്ടായോടാ? അവൻ പറയാച്ചാ, എൻ്റെ ആയുസിൽ ഇതുവരെ ഇത്രയും സ്വർണവും വെള്ളിയും കണ്ടിട്ടില്ല, ഡോളറും കണ്ടിട്ടില്ല, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ചത്താലും വേണ്ടിയില്ലെന്ന്.
ചിലരുടെ പരക്കം പായച്ചിൽ കണ്ടാ ഇതിനിടെ കിടന്ന് ചത്താലും വേണ്ടില്ലെന്ന. ദൈവം തമ്പുരാൻ തരുന്ന അനുഭവിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാഹളനാദം കേൾക്കുമ്പോൾ മോളോട്ട് കുതിക്കുവാൻ നിനക്കിത് തടസ്സമാകരുത്. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടുന്ന് കുതിക്കണം, തയ്യാറായിക്കോണം. ഇപ്പോൾ ഇതിനാ സമയം. 2 കുറിച്ചോ വായിക്കണമെന്നില്ല. ഉൽപ്പത്തി 30:30 ഞാൻ സ്വന്തം നാടിനു വേണ്ടി ഞാനെപ്പോൾ കരുതും. ഞാൻ മുമ്പ് അപ്പം ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് യാക്കോബ് പറയാം, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി. ഉറക്കെ പറ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഇതല്ല സ്വന്തം നാട്, അവിടെ എത്തിയിട്ടില്ല. ആ രാജ്യത്തിന് വേണ്ടി എന്ന് കരുതും. അത്രയേ ഉള്ളൂ. കർത്താവ് ചോദിക്കും, ഇനി എന്നാ സുവിശേഷ വേല ചെയ്യുന്നേ? ഇനി എന്നാ ആത്മാക്കളെ നേടുന്നേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നത്? 50 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 80% ഇല്ല. 100 വർഷം കഴിഞ്ഞാൽ ആരുമില്ല. അത്രയൊന്നും പോകത്തില്ല. ഇനി എന്നാ സുവിശേഷ വില ചെയ്യുന്നു? നിങ്ങൾക്ക് ഇച്ചിരി പേടി ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാ. പേടി വന്നാലും മാനസാന്തരപ്പെട്ടാൽ മതി. ഉള്ള കാര്യം പറയണ്ടേ വാസു? അതായത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് ഉറക്കെ വന്നു, പേടിയൊക്കെ മാറട്ടെ. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. നിങ്ങൾ 80 വയസ്സ് വരെ ഇവിടെ ജീവിക്കുമെങ്കിൽ നിങ്ങൾക്കിനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പോവാ ഭൂവിൽ? 10 തുടങ്ങാം. നിങ്ങൾക്ക് 10 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഭൂവിൽ 25,500 ദിവസം കൂടെ ഉള്ളൂ. 80 വയസ്സ് വരെ ഉണ്ടേല കേട്ടോ. നിങ്ങൾക്ക് 20 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ 21,900 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 30 വയസ്സായെങ്കിൽ ഇനി ഈ ഭൂവിൽ നിങ്ങൾക്ക് 18,250 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 40 വയസ്സായെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ഭൂവിൽ 14,600 ദിവസമേ ഉള്ളൂ. ബാക്കി വായിക്കണോ? എന്തായാലും വായിച്ചു തുടങ്ങിയില്ലേ? ഞാൻ പേടിപ്പിച്ചാലും വായിക്കുക. നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ ഈ ഭൂവിൽ നിങ്ങൾക്ക് ഇനിയും 10,950 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 60 വയസ്സായെങ്കിൽ ഈ ഭൂവിൽ 7,300 ദിവസം കൂടെ ഉള്ളൂ. 80 വരെ ഉണ്ടേല. നിങ്ങൾക്ക് 70 വയസ്സായെങ്കിൽ 3,650 ദിവസം കൂടെ ഉള്ളൂ. അത് മൊത്തം കുഴമ്പ് എണ്ണയോ. നിങ്ങൾക്ക് 80 വയസ്സായെങ്കിൽ ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എന്നാ ജീവിതയുടെ വിലയില്ലേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നേ? ഒരു ചെറുക്കനും അമ്മ ജംഗ്ഷനിൽ പോയി വന്നപ്പോൾ ഒരു നല്ല ഹൽവ വാങ്ങിക്കൊണ്ട് വന്നു. ഇതിൽ മുറിച്ച് അവന് കൊടുത്തൊരു കഷ്ണം. ഈ കൊച്ചൻ ഹലുവ ഒന്ന് കടിക്കും കരയും, ഹലുവ ഒന്ന് കടിക്കും കരയും. അമ്മ വന്ന് ചോദിച്ചു, കൊച്ചനെ നീ നല്ല ഹലുവ തിന്നിട്ട് എന്തിനാടാ കരയുന്നേ? ഉടനെ അവൻ പറഞ്ഞു, അമ്മമ്മേ ഹലുവ മധുരമുള്ളതാ, ടേസ്റ്റ് ഉള്ളതാ, പക്ഷെ കടിക്കും തോറും തീരുക. കടിക്കും തോറും ഓരോ ഞായറാഴ്ച വരുമ്പോഴും കടിച്ച് തീർക്കുക. ഇവിടുത്തെ ദൂരം കൂടുകയും അവിടുത്തെ ദൂരം കുറയുകയും ചെയ്യാം. അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞലഞ്ഞ് ഞാൻ വീടോടെടുക്കുന്നു. ഇനിയും സ്വന്തം നാടിനു വേണ്ടിയപ്പോൾ കരുതും. ഇത് പ്രസംഗിച്ചില്ലേ പിന്നെ? പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും പഠിക്കണം, പഠിപ്പിക്കണം വിശ്വാസിയെ. കാരണം അൺഎക്സ്പെക്റ്റഡാണ് എന്ത് സംഭവിക്കും. നമ്മൾ ഇവിടുത്തേക്കാരല്ല. ഈ ഇരിക്കുന്ന സത്യമെങ്കിൽ ഇതുപോലെ സത്യമാണ് നിത്യത. കൈ ഉയർത്തി, കൈ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അടുത്തത്, നമ്മൾ എല്ലാം പറയാൻ നേരമില്ല. നിങ്ങൾ ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ചവണ്ണം ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. വായിക്ക് പാസ്റ്റർ മോനെ, ആവർത്തന പുസ്തകം 12:8.
നാം ഇന്നിവിടെ കേട്ടോ നാം ഇന്നിവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കാരണം വായിച്ച മോനെ, കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലും നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. സ്വതന്ത്രം പറയാൻ കഴിയുമോ? അവിടെ ഇതുവരെ എത്തിയില്ല. നമ്മുടെ വാഗ്ദത്ത ദേശം അമേരിക്കയല്ല, ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, ഫ്രാൻസ് അല്ല, ജർമ്മനി അല്ല. നാം അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല. അവിടേക്കുള്ള യാത്രയിലാണ് നാം. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച വണ്ണം ചെയ്യുന്ന പോലെ നീ ചെയ്യരുത്. അവൻ 4 കെട്ട് നീ ചെയ്യരുത്. അവൻ ആണിനെ കെട്ട് നീ ചെയ്യരുത്. അവൻ പെണ്ണിനെ കെട്ട് നീ ചെയ്യരുത്. പെണ്ണും നടക്കും, നീ ചെയ്യരുത്. കാരണം നീ ഇവിടുത്തുകാരനല്ല. നീ ഇവിടെ കൂടെ ഇന്ന് പാസ് ചെയ്യുന്നു. ഒലിഗ്രാം പറഞ്ഞു, ഞാനിവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടുത്തുകാരനല്ല. പിന്നെന്ത് ചെയ്യണം? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും. ലൂക്കോസ് വിശേഷം 17:32 ഒരു വാർണിംഗ് ആണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ലോത്തിന്റെ ഭാര്യയെ, അതായത് ഭക്തനായ മിസ്റ്റർ ലോത്തിന്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് ചിന്തിച്ചു എല്ലാവരും. പക്ഷെ കൊടിയൊഴിപ്പിക്കലിന് കാഹളം ധ്വനിച്ചപ്പോഴാണ് ആരാന്ന് മനസ്സിലായത്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോൾ ഞാൻ എഴുതി, ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും അപ്പനെ അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും പാസ്റ്ററെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന വിശ്വാസിയുടെയും പുറം മൂടികൾ കാഹളനാദത്തിങ്കൽ അഴിഞ്ഞു വീഴും. ഭക്തിയുടെ അഭിനയമല്ല നമുക്ക് ആവശ്യം, ഭക്തിയുടെ അനുഭവമാണ് ആവശ്യം. കുഞ്ഞ് പലരെ ഇവിടെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാനൊക്കില്ല. കാഹളനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് പൊങ്ങണോ? ഇവിടെ എഴുതി ജീവിത വിശുദ്ധി ഭക്തിയും, നമ്മളത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. അടുത്തൊരു പദം എഴുതിയത്, ഓരോണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെയാകരുത്. ഇബ്രായ ലേഖനം 12 അഭക്തനാകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയരുത് മക്കളെ. വിശന്ന് കയറി ഏശാവ് വന്നപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കളിപ്പീരുകാരൻ യാക്കോബ്. അവൻ പറഞ്ഞു, നിന്റെ പായസം തരിക. അവൻ പറഞ്ഞൊക്കില്ല, തരാം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക്. ഉടനെ അവൻ പറഞ്ഞ പണി കേൾക്കണോ? ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്, ദൈവദാസന്മാരോടൊപ്പം നിന്നാട്ടെ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്. അവൻ ചോദിക്കും, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ ഇപ്പം വിശപ്പ് താങ്ങും. എന്താ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുടുംബം, ഗോത്രം എന്നിവയുടെ ഭരണം, കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക്, മശിയാജനനം. അതായത് ആരിൽ ജ്യേഷ്ഠാവകാശം ഇരിക്കുന്നോ അവൻ്റെ വീട്ടിലാണ് മശിയ ജനിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യമാ ഒരു കപ്പ് പായസം വിറ്റ് തുളച്ചത്. മക്കളെ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ചെറുക്കനെ കെട്ടാൻ, ഒരു കുപ്പി മദ്യത്തിന്, ഒരു സിഗരറ്റിന്, കഞ്ചാവിന്, കറപ്പിന് നിന്റെ നിത്യത കളയരുത്. മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. താൽക്കാലികമായ നിത്യത കളയരുത്. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി നീ ക്രൂശിക്കരുത് യേശുവിനെ. ഇതാണ് അന്ത്യകാല സുവിശേഷം. ദൈവസഭയെ അപമാനിക്കരുത്. മക്കളെ, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം നൽകിയ പ്രാണപ്രിയന്റെ സ്നേഹത്തെ നീ തിരസ്കരിക്കരുത്. സ്തോത്രം, സ്തോത്രം. പിന്നെ എഴുതിയിരിക്കുന്ന ശക്തിയെ പുതുക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ, അവിടെ എഴുതിയിരിക്കുന്ന യൗവനക്കാർ, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവിടെ തുടക്കം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാൻ നടക്കും, തളർന്നു പോകാതെ ഓടും. ആ വാക്യം ഞാൻ തിരിച്ചിടുക. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ ക്ഷീണിച്ചു പോകാതെ ആദ്യം എന്ത് ചെയ്യും? നടക്കും, തളർന്നു പോകാതെ ഓടും, അവസാനം അവൻ വാനവിരവിലേക്ക് പറന്നുയരും. യഹോവയെ കാത്തിരുന്നവൻ നടന്നു തുടങ്ങി. പഴയ നിയമം മുഴുവൻ നടപ്പിനെ കുറിച്ച് പറഞ്ഞു.
നടപ്പിനെക്കുറിച്ച് ഞാൻ നോക്കൂ, ദൈവത്തോടുകൂടെ നടന്നു, ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്. എന്നാൽ പുതിയ നിയമത്തിൽ നടപ്പ് മാറി ഓട്ടമായി. ആകയാൽ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം. അപ്പം നടപ്പ് കഴിഞ്ഞ്, ഓട്ടം കഴിഞ്ഞ് ഇനി ഒരു പറക്കൽ ശേഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ ചെന്നാൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ ലഗേജ് എല്ലാം കയറ്റി ആളെയും കയറ്റിയിട്ട് റൺവേയിലൂടെ പതുക്കെ ഇത് നിരങ്ങി നീങ്ങും. അതാ നടപ്പ്. നിരങ്ങി നീങ്ങും. കുറച്ച് ഈ നിരക്ക് നീക്കൽ കഴിഞ്ഞൊരു പാച്ചിലായി മാറും. കുറേ കഴിയുമ്പോൾ ഈ പാച്ചിലൊരു പറക്കലായി മാറും. അതിന് വേണ്ട ഇന്ധനം സംഭരിച്ചോണം, ശക്തി സംഭരിച്ചോണം. മറ്റൊരു കാര്യം പറഞ്ഞിട്ട് സ്തോത്രം, അതായത് സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപായത്താൽ ചതിക്കപ്പെടരുത്. ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യാകുവാൻ വാഗ്നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനുള്ള ഏകാഗ്രത എന്നിട്ട് വഷളായി പോകരുത്. സാത്താൻ നിങ്ങൾ ഉപായത്താൽ ചതിക്കരുത്. ഇതിനകത്ത് വന്ന രക്ഷിക്കപ്പെടാത്തതോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, വേർപെട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാത്താൻ നിങ്ങളെ ചതിക്കരുത്. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേറ്റു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. യോഹന്നാൻ യോർദാൻ നദിയിൽ യേശു ഇറങ്ങി. ഞാൻ യോർദാൻ നദിയിൽ പോയിട്ടുണ്ട്, അതിന് തീരത്ത് നിന്നിട്ടുണ്ട്. അവിടുത്തെ കലക്കവെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കലക്കവെള്ളത്തിൽ യേശു ഇറങ്ങി സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ടവനാണ്, പാപത്തിന് മരിച്ചവനാണ് കുടിച്ചിടേണ്ടത്. അവൻ വേർപാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വരാറായി. മറ്റൊരു വരവ് എഴുതിയിരിക്കുന്നത്, മനോഹരദേശത്തെ നിരസിക്കരുത്. മനോഹരദേശത്തെ അവർ നിരസിച്ചു. അടുത്തത് ഒരു വാദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. വായിച്ചാട്ട് ദേവദാസ, ഉൽപ്പത്തി പുസ്തകം വായിച്ചോ, ഞാൻ കുറിച്ച് തന്ന വാക്യം വായിച്ചാട്ട് 35-ാം അധ്യായത്തിലെ 16-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തിയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണികൾ അവളോട്, ഭയപ്പെടേണ്ട, ഇതൊരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിൽ പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ബേത്ലഹേം എഫ്രാത്തയിലേക്ക് ഇറങ്ങി വരാം. അവിടെ എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ മരിച്ചു. വഴിയിൽ അവളെ അടക്കി. രാത്രിയുടെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ഫിനിഷിംഗ് പോയിന്റിൽ ട്രാക്ക് തെറ്റരുത്. പഠിക്കൽ കുടമുടക്കരുത്. അങ്ങിയല്ലണം. ദൈവം നമ്മെ വിളിച്ചേ അതിനു വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് വരാറായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന അവൻ്റെ വാഗ്ദത്തം നിറവേറുന്നില്ല. ചിലരുടെ മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ചവൻ ദീർഘക്ഷമ കാണിക്കുക. കഴിഞ്ഞ വർഷം കർത്താവ് വന്നിരുന്നേ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. ഈ കൺവെൻഷൻ ലാസ്റ്റ് ചാൻസാണ്. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കർത്താവിനായി വേർതിരിയാത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്തവരുണ്ടോ? ഈ രാത്രി ഏൽപ്പിക്കപ്പെടണം. നമുക്കെല്ലാം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സമയം പോയി. എല്ലാവർക്കും എഴുന്നേൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ ഉയർക്കാറായി. ഈ പാട്ടിന് 2 സ്റ്റാൻസ പാടി നിർത്തണം. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാൻ പോവുകയാണ്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനാ. കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാൻ. ആനന്ദകരം നീട്ടിയേറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. എന്താ പാടിയത്? നമ്മൾ പാടാൻ പോകാം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചേരുവാൻ. എങ്ങനെ ആനന്ദക്കരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. ഒരബദ്ധ പ്രസ്താവനകൾ ചിലർ എടുക്കുന്നുണ്ട്. അങ്ങി എന്ന ആരെയും തിരിച്ചറിയത്തില്ലെന്ന്. പൗലോസിനെ തിരിച്ചറിയില്ലേ? പൗലോസ് പറഞ്ഞ ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും ഉള്ളത്. സ്തെഫാനോസിനെ തിരിച്ചറിയില്ലേ? ഭീമോനസിനെ തിരിച്ചറിയില്ലേ? പിന്നെന്തുവാ? തിരിച്ചറിയും. പക്ഷെ ബന്ധത്തിൻ്റെ ഫീലിങ്സ് ഇല്ല അവിടെ.
നമ്മൾ തിരിച്ചറിയും നമ്മുടെ കർത്താവിനെ, വിശുദ്ധന്മാരെ എല്ലാവരും തിരിച്ചറിയും. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. ഞാൻ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 21 എഴുതിയിരിക്കുന്നു, ഇതാ മനുഷ്യരുടെ ദൈവത്തിന് കൂടാരം. ദൈവം താൻ പറഞ്ഞേ ദൈവമക്കളെ, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് ഇനിയും മരണമുണ്ടാകില്ല, ഇനിയും ദുഃഖമുണ്ടാകില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിലും കണ്ണുനീരാണോ? ഇവിടെയും കണ്ണുനീരുണ്ട്, അവിടെ ചെന്നപ്പോൾ കണ്ണുനീരെന്നാ? നിങ്ങൾക്കറിയാമോ, എയർപോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയാക്കുന്നവരാണ്. ഇപ്പോഴാണ് പിള്ളേരെ കാണാൻ മിക്കവാറും. ഇന്ന് നമ്മുടെ ഡാലിച്ചാൻ്റെ മോൾ എന്നെ സിംഗപ്പൂരിൽ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ യോഗത്തിന് വരുന്ന കാര്യം. അങ്ങനെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പല രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലും ഒക്കെ. ഇപ്പം കാണാം, പക്ഷേ പണ്ട് കാണാൻ കഴിയില്ല. 4-5 വർഷം കഴിയുമ്പോഴാണ് വരുന്നത്. എയർപോർട്ടിലെല്ലാം കണ്ണുനീര് വീഴുന്നടവാ. റെയിൽവേ സ്റ്റേഷനൊക്കെ എയർപോർട്ടിൽ കണ്ണുനീരാണ്. യാത്ര അയക്കുന്നവരെ കൈലേസ് കൊണ്ട് കണ്ണുനീരൊപ്പി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ, മിക്ക അവസരങ്ങളിലും സ്വീകരിക്കാൻ നിൽക്കുന്നവർ കരയുന്ന കാണാം. ഇല്ലേ ഇല്ലേ? മോളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറയും, അമ്മയുടെ കണ്ണ് നിറയും. ഈ മോളെ കണ്ടതിൻ്റെ സങ്കടമല്ല, ആ കണ്ണുനീരിൻ്റെ പേരാണ് ആനന്ദത്തിൻ്റെ കണ്ണുനീർ. 2 ദിവസം 2 വർഷം കാണാതിരുന്നവനെ കാണുമ്പം കണ്ണ് നിറയുമെങ്കിൽ 10 വർഷം മുമ്പ് നീ യാത്രയാക്കി നിൻ്റെ അപ്പനെ, അമ്മയെ, ദൈവദാസനെ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കില്ലേ? ഈ കണ്ണുനീരെന്തെന്ന് ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമുക്കായി മുറിഞ്ഞവനെ, പാട്ടുകാരൻ പറഞ്ഞെനിക്ക് ഇഷ്ടമാണ്, കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. എനിക്കായി തകർന്നവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. യേശു കർത്താവിനെ കാണുമ്പോൾ ഒരു ദൈവവേദന ഒന്നും പറയാനില്ല, അവൻ്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. യേശുവിനോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ യേശു കർത്താവ് അവനെ മാർവോട് ചേർന്നു. എൻ്റെ വിശ്വാസം ഞാനങ്ങ് പറയും, യേശുവിൻ്റെ മാർവിൽ അമർന്നിരിക്കുന്ന ദൈവവേദൻ്റെ കണ്ണ് നിറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയോ, അവൻ ഈ കൈ കൊണ്ട് തുടച്ചു മാറ്റും. ആ തുടച്ചു മാറ്റുമ്പോഴേ, കണ്ണുനീര് തുടയ്ക്കുമ്പോഴേ, കണ്ണുനീര് വരുന്നൊരു കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്, അതുകൂടെ തുടച്ചം കളയും. ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മരണമുണ്ടാകില്ല, മുറവിളിയും കണ്ണുനീരും ഉണ്ടാകില്ല. നാം കർത്താവിനോടൊപ്പം വാഴും. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഇത് വിശ്വസിക്കും. അങ്ങത്തണം കേട്ടോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അങ്ങത്തണം. ചുമ്മാ അതൊരു പ്രസംഗം കേട്ട് പോകല്ലേ മക്കളെ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അങ്ങ് ചെല്ലണം. എപ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചാലും, മരണമോ കാഹളം ധരിക്കുന്ന സമയമായാലും, അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ, എന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് യേശു അപ്പച്ചനെ കാണണം, എനിക്ക് അങ്ങത്തണം. എന്നെ ഏൽപ്പിക്കുന്ന സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പിതാവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണപ്പാ. അങ്ങ് വന്നേരും വരെയും അവിടുത്തെ മുഖത്ത് നോക്കി ഓടാൻ ഞങ്ങൾ ഒരുക്കണം. ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചു മൃതാവാകരുത്. നിന്റെ ജനത്തിന്മേൽ നിന്റെ കൈ ഇപ്പോൾ വെക്കുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തിയുടെ കരം പകരുന്നോർത്ത് സ്തോത്രം. ഞങ്ങളെ ശക്തീകരിക്കണം. നമ്മുടെ കരം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മറ്റു ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. അതിന് മുമ്പൊരു ചോദ്യം. എല്ലാ കണ്ണും അടച്ചിരുന്നാട്ട്. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടൊരു സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോ പ്രായമായവരോ? കുഞ്ഞുങ്ങളെ ഞാൻ ചെയ്യുന്ന ഏജ് അക്കൗണ്ടബിലിറ്റി 12 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചറിവിൻ്റെ പ്രായമാണ്. അതിന് മുമ്പുള്ള, അതിന് ശേഷമുള്ള ചെറുപ്പക്കാർ. രക്ഷിക്കപ്പെട്ടിന് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കൊരവസരം തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. കർത്താവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൈകൂടി ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ വേണ്ടിയല്ല, എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും.
തടസ്സങ്ങൾ മാറാൻ കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. എന്നാൽ എനിക്ക് കാണാൻ കഴിയും. ഞാൻ സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. യേശുവിടെ ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി കരമുയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മെ സ്പർശിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നന്നായി കൈ ഉയർത്തിപ്പിടി. ഈ പ്രായത്തിലാണ് യേശുവിന് വേണ്ടി നിൽക്കേണ്ടത്. ആ കൈ നന്നായി ഉയർത്തിപ്പിടിക്കൂ. കർത്താവ് നിങ്ങളെ കാണട്ടെ. ആ പെൺകുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം ഇന്ന് രാത്രി സന്തോഷിക്കുക. ആ കരത്തെ, ആ ചെറുപ്പക്കാരനെ അങ്ങ് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാടിൻ്റെ വിശുദ്ധി അങ്ങ് ആരാധിപ്പാതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ദൈവജനം ഒന്നിച്ച് കൈ ഉയർത്തി ഒരു ആർപ്പിട്ടാട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ വളരെ സ്തുതിക്കണം. ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരണ കൊടുത്തിട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഓസ്ട്രേലിയയിൽ അവർക്ക് കാണുന്നുണ്ടായിരിക്കും, പ്രസംഗിക്കാൻ ചെന്ന ഒരു സഭയിലെ 13 കുഞ്ഞുങ്ങൾ അവിടെ നൃത്തമായിരുന്നു സ്നാനപ്പെടാൻ സമർപ്പിച്ചു. ഏറ്റവും അധികം സന്തോഷിക്കേണ്ടേ അവിടെയാണ്. അടുത്ത പടി ദൈവസഭ ചെയ്തോളൂ. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് അറിയില്ല. അത്ര നാൾ യേശുവിനെ ഉയർത്താൻ നീ തയ്യാറാണോ? കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അറിയാവുന്ന വാക്കുകളിൽ എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തണം, എൻ്റെ കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയണം. അതിനായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഔഷമ കൈ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, നിൻ്റെ വേല ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ വചനം പറയാൻ, സുവിശേഷം പറയാൻ നാവിൻ്റെ കെട്ടൊക്കെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം സുവിശേഷം പറയാൻ വാതുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണമേ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ജനത്തെ ഒരുക്കിയാട്ട് കർത്താവേ, ദൈവദാസന്മാരെ മാത്രമല്ല ശക്തിയേറിയ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെല്ലാം ഒരുക്കണം. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ താഴ്ത്തിയിടാം. രോഗികളായിരിക്കുന്നവർ കരം ഉയർത്തിപ്പിടിക്കാം. കടഭാരമുള്ളവർ കൈ ഉയർത്താം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യം കരം ഉയർത്താം. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരം ഉയർത്താം. ഏത് രോഗമാകട്ടെ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി അങ്ങ് സ്തുതിക്കുന്നു. നിന്റെ ജനത്തിന്റെ വേദന, രോഗം എനിക്കറിഞ്ഞുകൂടെ അങ്ങയ്ക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുമെന്ന പ്രകാരം അഭിഷക്തനായ അടിയൻ നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമെ വിട്ടുമാറുക. നിന്റെ കരുതലിന്റെ കരം, വിടുതലിന്റെ കരം ഇപ്പോൾ നീട്ടപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈയൊന്ന്